നമ്മൾ കുറച്ചും കൂടെ പക്വത കാണിക്കണം. അവിടെ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് ഗുരുവായൂർ വരുമ്പോൾ, നമ്മൾ അവിടെയുള്ള എല്ലാത്തിനെയും കുറ്റം പറയും. സെക്യൂരിറ്റി ശരിയല്ല, പൂജാരി ശരിയല്ല, അവര് ശരിയല്ല, ഇവര് ശരിയല്ല, അവര് ശരിയല്ല, അത് ശരിയല്ല, ഇത് ശരിയല്ല. കാരണം ഇവരെല്ലാം എൻ്റെ ഭക്തിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നു. എനിക്ക് ഭഗവാനെ കാണാൻ അവർ ഒരു അവസരം എനിക്ക് നൽകുന്നില്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, തടസ്സങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് യോഗ്യതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ യോഗ്യത ഉണ്ടാക്കാൻ വേണ്ടി ഭഗവാൻ നമ്മളെ തയ്യാറാക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ഭക്തി അളക്കാറില്ല, നമ്മൾ മറ്റുള്ളവരുടെ ഭക്തിയാണ് അളക്കുന്നത്. ആചാര്യന്മാർ, ഗുരുസ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾ വ്യക്തികളെ കുറ്റം പറയും, അവരുടെ ഭക്തി അളക്കും. അതെന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭക്തിയിൽ പുരോഗമിക്കാൻ വേണ്ടിയാണ്. പക്ഷെ അതേപോലെ നമ്മൾ പിന്തുടരാൻ പാടില്ല. അവർ പറയുന്ന തത്വങ്ങളെ ഉൾക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആചരിക്കുക. കുറ്റം പറയാനാണെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ മാത്രമേ സമയം കാണുകയുള്ളൂ. എല്ലാത്തിനെയും കുറിച്ച് നമ്മളിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ പക്ഷം ഭഗവാന്റെ സന്നിധിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒരു കുറ്റം കണ്ടുപിടിക്കുക എന്നൊരു ആ പ്രവണതയെ മാറ്റി വയ്ക്കും. ചൈതന്യ മഹാപ്രഭു വളരെ സ്പെസിഫിക്കലി പറയുന്നു, മറ്റുള്ളവരുടെ ദോഷം കാണുന്ന ആ പ്രവണത എത്രത്തോളം നമ്മുടെ ഉള്ളിൽ നിന്ന് തീരുന്നു അത്രത്തോളം നമ്മൾ ഭക്തിയിൽ പുരോഗമിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹരേ കൃഷ്ണ. എത്ര അമേസിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ? മറ്റുള്ളവരുടെ കുറ്റം എത്രത്തോളം നമ്മൾ കാണാതിരിക്കുന്നു അത്രത്തോളം നമ്മൾ ഭക്തി പുരോഗമിക്കുന്നു. അതായത് ഫോൾട്ട് ഫൈൻഡിങ് നേച്ചർ, മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുക എന്നൊരു പ്രവണത നമ്മുടെ ഉള്ളിലുണ്ട്. കാരണം എന്താ? നമുക്ക് എല്ലാവരോടും അസൂയുണ്ട്. എന്തുകൊണ്ട് അസൂയുണ്ട്? നമുക്ക് ഭഗവാനോട് അസൂയുണ്ട്. ഈ അസൂയ മനോഭാവം കാരണമാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാവരോടും അസൂയ ദ്വേഷം തോന്നും. ഈ അസൂയ പ്രവണത കൊണ്ടാണ് നമ്മൾ അവരെ കുറ്റം പറയുന്നത്. പക്ഷെ ചില സമയത്ത് ഗുരുസ്ഥാനത്ത് ഇരിക്കുന്ന ആചാര്യന്മാർ അവർ പറഞ്ഞു കൊടുക്കേണ്ടി വരും, ഇവർ ശരിയല്ല, അവർക്ക് ഭഗവാനോട് അത്ര അടുപ്പമില്ല. അവരത് പറയുമ്പോഴും അവർക്കറിയാം ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്ന് അവർക്കറിയാം. പക്ഷേ അവരത് ആ സമയത്ത് അവരുടെ ദോഷത്തെ മാത്രം നമുക്ക് പറഞ്ഞു നൽകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തെറ്റുകളെ തിരുത്താനും നമ്മൾ അങ്ങനെ ആയി പോകാതിരിക്കാനും വേണ്ടിയാണ്.